ജി സുധാകരൻ എം.എൽ.എ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ആലപ്പുഴ നഗരസഭ പ്രതിപക്ഷ നേതാവ് വി.ജി. വിഷ്ണു രംഗത്ത്. മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ കെ ജയമ്മ, സൗമ്യ രാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൽ മായ എന്നിവരെയും മറ്റ് മഹിളാ നേതാക്കളെയും സുധാകരൻ ആക്ഷേപിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രായത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഇത്തരം പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൂടെ നേടിയ അറിവും പാണ്ഡിത്യവും മറന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അധികാരത്തോടുള്ള ആർത്തിമൂത്താണ് അദ്ദേഹം പ്രതികരിക്കുന്നതെന്നും മാധ്യമ ശ്രദ്ധ നേടാനാണ് ഈ ശ്രമമെന്നും വിഷ്ണു ആരോപിച്ചു. പ്രത്യേകിച്ച് വനിതാ സഖാക്കളെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ ആശയം മുഴുവൻ വരുന്നത്. മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായിട്ടുള്ള രണ്ടുപേര് കെ ജയമ്മ, സൗമ്യ രാജ, അവർ രണ്ടുപേരെയും ആക്ഷേപിക്കുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ മായാദേവി, എൽ മായ, അദ്ദേഹത്തെ ആക്ഷേപിക്കുക. അപ്പോൾ എന്നിട്ട് ആക്ഷേപിച്ചിട്ട് വേറൊരു മഹിളാ നേതാവ് ഉണ്ടല്ലോ, ഒരു മഹിളാരത്നം, അതൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ലാങ് തന്നെ കേൾക്കുമ്പോൾ ആക്ഷേപിക്കുകയാണെന്ന് തോന്നാൻ വേറെ വല്ല കാരണമുണ്ടോ? അദ്ദേഹം ഹീയും ഷീയും ഒക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ബോധവൽക്കരിക്കുകയാണ് ഈ കാര്യത്തിന്. എന്തൊരു മര്യാദയാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹത്തിന് ഇത്രയും പ്രായമായില്ലേ? അദ്ദേഹം ഏവരാലും ബഹുമാനിക്കപ്പെട്ട വ്യക്തിത്വമല്ലേ? അദ്ദേഹം 10-60 വർഷക്കാലം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനൊപ്പം സഞ്ചരിച്ച് ഇക്കാലം അത്രയും അദ്ദേഹം ഇന്ന് നേടിയ എല്ലാ അറിവും പാണ്ഡിത്യവും അദ്ദേഹത്തിന് ഇന്ന് കാണുന്നത് എല്ലാം ഉണ്ടാക്കി കൊടുത്തത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അതെല്ലാം മറന്നിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വഴി സ്വീകരിക്കുക. അധികാരത്തോട് ആർത്തിമുത്തിട്ട് അദ്ദേഹം അപ്പുറത്തേക്ക് പോയി. അധികാരത്തോട് ആർത്തിമുത്ത് അദ്ദേഹം അപ്പുറത്ത് പോയി. ഈ അധികാരം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ച നിലയിലേക്കുള്ള പദവികൾ കിട്ടിയില്ല. ആ സമയം മുതൽ ജനപ്രതിനിധികളെ, പാർട്ടി നേതാക്കളെയൊക്കെ ആക്ഷേപിച്ചിട്ട് മീഡിയ അറ്റൻഷൻ കിട്ടാൻ, മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അദ്ദേഹം വ്യാപകമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. വരും ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നടക്കുന്ന സംയുക്ത പരിപാടികൾ ധൈര്യമുണ്ടെങ്കിൽ സുധാകരൻ ഇത്തരം പരാമർശങ്ങൾ നടത്തട്ടെ എന്നും അവിടെ വെച്ച് തന്നെ ഇതിന് മറുപടി നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. താഴേക്കിടയുള്ള പ്രവർത്തകരെ വരെ ആക്ഷേപിക്കുന്ന സുധാകരന്റെ ഫ്രസ്ട്രേഷൻ ജനങ്ങൾ കാണുന്നുണ്ടെന്നും വി.ജി. വിഷ്ണു വ്യക്തമാക്കി. ഒരു ക്ലബിൻ്റെ പരിപാടിക്ക് വന്നാൽ പോലും കക്ഷി രാഷ്ട്രീയം പറയും, പുള്ളി അനാവശ്യം പറയും, ഗോവിന്ദൻ മാഷ മോശമാക്കും, നാസർ സഹാനെ മോശമാക്കും, സജി ചെറിയാനെതിരെ വർത്താനം പറയും, സലാം സഹാനെതിരെ വർത്താനം പറയും, ബാക്കി കണ്ടവർ എല്ലാവരെയും പുള്ളി മോശമാക്കും. അങ്ങനെ മോശമാക്കിയിട്ട് ഞങ്ങളങ്ങനെ മിണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയാണ്. അദ്ദേഹം നടത്തിയ പരാമർശത്തിനകത്ത് തീർച്ചയായും അദ്ദേഹം അത് തിരുത്തണം, അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കണം, ഇല്ലെങ്കിൽ അടുത്ത നടപടികളുമായി മുമ്പോട്ട് പോകും. അഡ്വക്കേറ്റ് അസ്ലം വഴിയാണ് ഈ ഒരു നോട്ടീസ് ഞാൻ അയച്ചിട്ടുള്ളത്. തീർച്ചയായും അടുത്ത നടപടിയിലേക്ക് പോകുന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല. ഈ നഗരത്തിനകത്ത് ഇപ്പോൾ ഏത് ചെറിയ സംഘടനയുടെ പരിപാടിക്ക് പുള്ളി വന്നാലും ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞങ്ങളൊക്കെ ഒന്നിച്ചുള്ള പരിപാടിയുണ്ട്. അദ്ദേഹം ആ ഒരു പരാമർശം ധൈര്യമുണ്ട് അവിടെ ഒന്ന് പറയട്ടെ. ഞങ്ങളൊക്കെ ഉള്ള വേദിയിൽ അദ്ദേഹം അങ്ങനെ പരാമർശിക്കാൻ അദ്ദേഹത്തിന് ആ നിലക്ക് ഒരു നിലപാടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ പറയട്ടെ. അപ്പോൾ ഞങ്ങളതിന് മറുപടി പറയും, അവിടെ പറയും. അല്ലാതെ അദ്ദേഹത്തെ ഭയന്ന് പിന്നോട്ട് മാറേണ്ട കാര്യമൊന്നുമില്ല. അവിടെ പറയും, ആ സ്പോട്ടിൽ പറയും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ.